ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഒരു പച്ചക്കറി ഐറ്റം കേട്ടോ, സോയാബീൻ. പച്ചക്കറി തന്നെയല്ലേ പറയുക. വെജിറ്റേറിയൻസിൻ്റെ ബീഫോ ചിക്കനോ അങ്ങനെയെല്ലാം ഇതിനെ വിശേഷിപ്പിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ഇന്ന് സോയാബീൻ കറി ആയിട്ട് ഉണ്ടാക്കുന്നത്, അതും വറുത്തരച്ച സോയാബീൻ കറി. അതിന് സോയാബീൻ ഒന്ന് ജസ്റ്റ് ഒരു സാധാരണ വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ കുതിർത്തിട്ട് അവിടെ വെക്കുക. പിന്നെ ഞാൻ ഒരു തേങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് വറക്കാൻ പോകുന്നു. ഇപ്പം വറക്കുമ്പോൾ ഒന്നും ചേർക്കുന്നില്ല, പിന്നെ ഒരു 2 അല്ലി 3 അല്ലി വെളുത്തുള്ളിയെ ചേർക്കുന്നുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇതൊക്കെ ഉണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ കേട്ടോ വെളുത്തുള്ളി. അത് പൊളിച്ച് കഷ്ണാക്കിയിട്ട് ഈ തേങ്ങേൻ്റെ ഒത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂപ്പിച്ച് കരിക്കണ്ട, ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഞാൻ ചട്ടിയിലാട്ടാ ഇന്ന് സോയാബീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ തൂവി അതിൽ ഒരു 2 ഉള്ളിയായിട്ട് എടുത്തത്, ഒരു മീഡിയം സൈസ് 2 ഉള്ളി. അപ്പോൾ അത് എനിക്ക് എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഉള്ളി നല്ലോണം ഇങ്ങനെ വെന്ത അടിയൂലേ, അതുപോലെയാണ്, എന്നാലേ എനിക്കൊരു തൃപ്തി ഉണ്ടാകും. അല്ലാണ്ട് കടിക്കുന്ന പോലെ ഉള്ളി ആയിക്കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ എങ്ങനെയായാലും നല്ലോണം വാട്ടി അങ്ങനെ വാട്ടും. ഇപ്പം പിന്നെ ഉള്ളി വാട്ടുമ്പോൾ എന്തായാലും ഉപ്പിടണമെന്ന് അറിയാമല്ലോ, അപ്പം ഉപ്പിട്ടിട്ടുണ്ട് ഓൾറെഡി, അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പം വാടിക്കഴിഞ്ഞേരം ഒരു അരത്തക്കാളി, എനിക്ക് തക്കാളി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അരത്തക്കാളി എടുത്തു കേട്ടോ. അപ്പോൾ ഒരു തക്കാളിയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും. ഇത് നല്ല എരിവുള്ള മുളകാണ്, വീട്ടിൽ തന്നെ ഉള്ളതാണ്, അങ്ങനെ 3 എടുത്തതാട്ടോ. ഇച്ചിരി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഈ മിക്സിൻ്റെ ഒത്ത് ഇടുക. എന്നിട്ട് കുതിർത്ത് വെച്ച സോയാബീനില്ലേ, അത് നല്ലോണം പിഴിഞ്ഞ് 2-3 വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും മല്ലിപ്പൊടി, പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടത് ഇച്ചിരി ഗരം മസാലയില്ലേ, വീട്ടിൽ തന്നെ പൊടിച്ചതാട്ടോ, അതും ഇട്ടിട്ട് മുളക് പൊടി പച്ചമുളക് എരിവുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ആയിട്ട് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇതിന് 2 സ്പൂണ് മല്ലിപ്പൊടി. നന്നായിട്ട് എല്ലാം മിക്സാക്കിയിട്ട് നല്ലോണം തിളക്കട്ടെ. അപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ ഇച്ചിരി കുറവാണ്, അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട്, അത് നമുക്കറിയാമല്ലോ എത്ര പാകത്തിനാണ്. അത് എല്ലാം ഒരുവിധം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് നോക്കുമ്പോൾ തിരിയല്ലോ ഉപ്പുണ്ടോ ഇല്ലയോ. പിന്നെ ഒരു തുണ്ട് പുതിന ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. ഇനി നമ്മൾ തണുത്ത തേങ്ങ അരച്ചെടുത്ത് ഇനി മിക്സിൻ്റെ ഒത്ത് ഇടുക, ഒഴിക്കുക. ഇച്ചിരി വെള്ളം കൂടി ആക്കിയിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് കുറുകണം. ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, നന്നായിട്ട് കുറുകി വരണം. നല്ല തിള വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും തൂവി കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടായിട്ടില്ല, അതാട്ടോ ഇടാഞ്ഞ്. മല്ലിച്ചപ്പും കൂടിയാകുമ്പോൾ നല്ല ബീഫും ചിക്കനും കറിയെല്ലാം വെക്കുമ്പോഴുള്ള ഫ്ലേവറിലെ അത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇറച്ചിയിൽ തേങ്ങാക്കൊത്ത് ഇടൂലേ, അതുപോലെ തേങ്ങാക്കൊത്തും കുറച്ച് ഉള്ളിയും കുറച്ച് വറ്റൽമുളകെല്ലാം ഇട്ടിട്ട് ഞാൻ വറുത്ത കോരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളി സോയാബീൻ കറി ആട്ടോ ഇത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. രാവിലത്തെ കടീൻ്റെ ഒപ്പരം, നെയ്ച്ചോറിൻ്റെ ഒപ്പരം, ചോറിൻ്റെ ഒപ്പരം എല്ലാത്തിൻ്റെ കൂടെ പോവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത്